ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ ഗോവിന്ദസ്വാമി എന്ന ഭീകര ക്രിമിനലിനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി ജയിലിൽ പുറത്തിറക്കുമെന്നാണ് അറിയുന്നത്. നമുക്കൊപ്പം ദീപക് തരമണ കൂടി ചേരുകയാണ്. ദീപക്, കണ്ണൂർ ജയിലിൻ്റെ വരാന്തയിലാണല്ലോ ദീപക് ഉള്ളത്. എപ്പോഴാണ് ഇയാളെ പുറത്തേക്ക് ഇറക്കുക? അതിനുള്ള സമയമായോ? SKN ഇത് അല്പസമയത്തിനകം ഇറക്കും. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജയിലിൻ്റെ ഈ കവാടം ഇതാ SKN ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നമ്മൾ രാജേഷ് വളരെ കൊണ്ടൊന്ന് പാൻ ചെയ്താൽ ഇതാ ഈ കവാടത്തിലൂടെയാണ് പുറത്തേക്ക് ഇറക്കുക. അല്പസമയത്തിന് ഇറക്കും. അതിനുവേണ്ടിയാണ് ഈ എയർ ക്യാമ്പിൽ നിന്ന് ഉൾപ്പെടെയുള്ള സായുധ സേനാ വിഭാഗം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഈ സിവിൽ പോലീസ് ഓഫീസർ ഇതാ കയ്യാമം വയ്ക്കാനുള്ള കയ്യാമം ഉൾപ്പെടെ എടുത്ത് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയാൽ മാത്രമേ ചട്ടപ്രകാരം കയ്യാമം വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യാമവുമായി പുറത്ത് നിൽക്കുകയാണ് ഈ സിവിൽ പോലീസ് ഓഫീസർ. ബാക്കിയുള്ള പോലീസ് സേനാ അംഗങ്ങളെല്ലാം തന്നെ ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി ജയിലിനകത്തേക്ക് പോയി കഴിഞ്ഞു SKN. ഇനിയിപ്പോൾ ഈ പ്രധാന കവാടത്തിൻ്റെ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് വരും. മറ്റൊന്ന് SKN ഇതുപോലെയുള്ള സെല്ലുകൾ, ഇതിനേക്കാൾ ഗ്യാപ്പ് കുറഞ്ഞ സെല്ലുകളിലെ അടിഭാഗത്താണ് ഈ രാഗി മുറിച്ചുകൊണ്ട് ഈ ജയിൽ ചാട്ടം നടന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുനിന്നുള്ള ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ ചോദിച്ചറിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. SKN ഏതായാലും അല്പസമയത്തിനകം ഏതാണ്ട് ഇറക്കാനായോ? എന്താ അവസ്ഥ? ആയിട്ടില്ല എന്നുള്ള, അതായത് ഇറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ. ആയിട്ടില്ല എന്നുള്ളതാണ് ഹവിൽദാർ നമ്മളോട് പങ്കുവെച്ചിരുന്നത്. സീനിയർ ഹവിൽദാർ പറയുന്നത് ഇതിൽ ഇനി എത്ര സമയം എടുക്കും? ഏതാണ്ട് SKN 10 മിനിറ്റ് കൊണ്ട് വരുമെന്നുള്ളതാണ് ജയിലിന് അകത്തു നിന്നും പുറത്തേക്ക് വന്ന ബറ്റാലിയനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇതിലൊരു കാര്യം വളരെ കൃത്യം വ്യക്തം, ഒരു വലിയ സുരക്ഷാ വീഴ്ച ഈ മെനയാന്ന് രാത്രി ഡ്യൂട്ടിയിലുള്ളവർക്കുണ്ടായി. കാരണം 4 മണിക്കൂറോളം ജയിലിനകത്ത് തന്നെ ഈ ജയിലിലെ 19-ാം സെല്ല്, അതായത് 9B ബ്ലോക്കിലെ 19-ാം സെല്ലിലെ ഈ അഴി പൊട്ടിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം 4 മണിക്കൂറോളം ജയിൽ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ രാത്രി ഡ്യൂട്ടിയിലുള്ളവർ അറിഞ്ഞില്ല എന്നുള്ളിടത്താണ് വലിയ സുരക്ഷാ വീഴ്ച. മറ്റൊന്ന്, 9 മാസമായി ഇത് രാഗി മിനുക്കുന്നു. ഈ ജയിലിൽ ആശാരിപ്പണിക്ക് വന്ന മരപ്പണിക്ക് വന്നവരിൽ നിന്നും ഈ ആയുധം മോഷ്ടിച്ച് സെല്ലിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊന്നും അറിയാതെ പോവുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജയിൽ പോലെ അതീവ സുരക്ഷാ കാറ്റഗറിയിലുള്ള ജയിലിൽ എത്രമാത്രം സുരക്ഷാ വീഴ്ച ഉണ്ടായി. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഇത് നിർണായകമായ ചർച്ചയാകും. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവി രവതാ ചന്ദ്രശേഖർ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആദ്യ യോഗം വിളിച്ചിരിക്കുന്നു. അതിലൊക്കെ തന്നെ ചിലപ്പോൾ ജയിലിന് ചുറ്റും, ഇനി പ്രധാന ജയിലിന് ചുറ്റും പോലീസിൻ്റെ സർവേലൻസ് കൂടി ഇടാനുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കും. കാരണം വിയ്യൂരും കണ്ണൂരുമൊക്കെ അതിപ്രധാന ജയിലുകളാണ്. അപ്പോൾ ജയിലിൻ്റെ സുരക്ഷാ സംവിധാനം കൂടാതെ ജയിലിൻ്റെ ഔട്ടർ റിങ്ങിൽ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനം കൂടി ഏർപ്പെടുത്താനുള്ള ചർച്ചയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കും, നിർദ്ദേശത്തിലേക്ക് കടന്നേക്കുമെന്ന വിവരം കൂടിയുണ്ട്. ഇന്ന് 2 നിർണായക യോഗങ്ങൾ നടക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി വിളിച്ച യോഗം, രണ്ടാമത് സംസ്ഥാന പോലീസ് മേധാവി DGP രവതാ ചന്ദ്രശേഖർ വിളിച്ച യോഗം. ഈ 2 യോഗത്തിൽ ഈ SP-മാരും IG-മാരും ADGP-മാരും പങ്കെടുക്കുന്ന യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 10 മണിക്ക് ആരംഭിക്കും. അതിൽ സ്വാഭാവികമായും ഇത്തരം സുരക്ഷാ വീഴ്ചയും സുരക്ഷാ വിഷയങ്ങളും എല്ലാം തന്നെ ചർച്ചയാവും. കാരണം കേരള പോലീസ് 4 മണിക്കൂർ കൊണ്ട് ഇവനെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ, ഇവൻ സംസ്ഥാനം വിട്ടുപോയാൽ ഇവനെ പിടികൂടുക വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് പങ്കുവെച്ചത്. ഇന്നലെ രാത്രി സിറ്റി പോലീസ് കമ്മീഷണർ 24-നോട് സംസാരിക്കുമ്പോഴും പങ്കുവെച്ചത് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യം. ആ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നെങ്കിൽ പിടിക്കുക അസാധ്യമായി മാറുകയായിരുന്നു. അങ്ങനെ വലിയൊരു ആ ടാസ്ക്കാണ് കേരള പോലീസ് ജയിൽ വകുപ്പ് ഉണ്ടാക്കിയ വലിയ മാനക്കേടിൽ നിന്നും കേരളത്തെ രക്ഷിക്കുന്നത്. 4 മണിക്കൂർ കൊണ്ട് പിടിച്ചുകൊണ്ട് അല്പസമയത്തിനകം ഇപ്പോൾ അകത്തു നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് 10 മിനിറ്റ് കൊണ്ട് ഈ കവാടം കടന്ന് ഈ കൊടും കുറ്റവാളി വിയ്യൂരിലേക്കുള്ള യാത്ര പുറപ്പെടും. SKN ആക്രമണമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുന്നിൽ. നമുക്കൊപ്പം ചേർന്ന് അല്പസമയത്തിനകം ഗോവിന്ദസ്വാമി ജയിലിൽ പുറത്തേക്ക് ഇറക്കും. ഇന്ന് ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിൽ കുറച്ചുകൂടെ കനത്ത